നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സ്കിന്നിന്, അതായത് ഫേസ് നല്ല പോലെ ക്ലെൻസ് ചെയ്യുക. സീറം എന്ന് പറയുന്നത് ഡെയിലി മോർണിംഗ് യൂസ് ചെയ്യുന്നതായിരിക്കരുത്, നൈറ്റ് യൂസ് ചെയ്യാൻ സെപ്പറേറ്റ് സീറംസ് അവൈലബിൾ ആണ്. അത് നമ്മുടെ സ്കിന്നിന് പറ്റുന്നത് ഏതാണോ അത് നോക്കി തന്നെ വാങ്ങി അപ്ലൈ ചെയ്യണം. അൺഡ്രൈ ക്രീംസ് അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ മാത്രം നൈറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കിടക്കുന്നത് നല്ലതാണ്. ഒരു മനുഷ്യൻ 8 hours എങ്കിലും ഉറങ്ങണമെന്നാണ്. നമ്മൾ നന്നായി ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ സ്കിന്നാണെങ്കിലും നമ്മുടെ അല്ലെങ്കിൽ ഹെൽത്ത് ആണെങ്കിലും നന്നായി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യും. പക്ഷേ നൈറ്റ് നമുക്കൊക്കെ ഈ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാൻ കുറച്ചൊക്കെ മടിയാണ്. നമ്മൾ വിചാരിക്കും കുളിയൊക്കെ കഴിഞ്ഞല്ലോ, ഇനി എൻ്റെ ഫേസൊക്കെ നല്ലപോലെ ഫ്രഷായി, അപ്പോൾ പിന്നെ ഞാൻ ഇനി ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. പക്ഷേ അതല്ല, നമ്മൾ മോർണിംഗ് എങ്ങനെയാണോ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്നത് അത് തന്നെ നമ്മുടെ നൈറ്റും ഫോളോ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനെ കുറിച്ചാണ്. നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യണമെന്ന് പറയാൻ കാരണം നമ്മുടെ സ്ലീപ്പിംഗ് ടൈം വരുന്നത് ഒരു ലോങ് അവേഴ്സാണ്. അതായത് 8 to 9 hours ആയിരിക്കും വരുന്നത്. അതിൽ നമ്മൾ നമ്മുടെ ബോഡിയിലോ സ്കിന്നിലോ ഒന്നും ചെയ്യാതെ റിലാക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. ആ ടൈമിൽ നമ്മുടെ സ്കിൻ ചിലപ്പോൾ ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ, നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ക്രീമുകൾ അല്ലെങ്കിൽ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ നല്ലപോലെ അബ്സോർവ് ആവും. എന്നിട്ട് നമ്മൾ ഡെയിലി മോർണിംഗ് എഴുന്നേൽക്കുമ്പോഴേക്കും നല്ല ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സ്കിന്നിന്, അതായത് ഫേസ് നല്ല പോലെ ക്ലെൻസ് ചെയ്യുക. അത് കഴിഞ്ഞ് നല്ലൊരു ടോണർ യൂസ് ചെയ്യുക. അതിൽ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ ഒന്ന് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പം തന്നെ നമ്മുടെ സ്കിന്ന് നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആകും. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സീറം. സീറം എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി മോർണിംഗ് യൂസ് ചെയ്യുന്നതായിരിക്കരുത്, നൈറ്റ് യൂസ് ചെയ്യാൻ സെപ്പറേറ്റ് സീറംസ് അവൈലബിൾ ആണ്. അത് നമ്മുടെ സ്കിന്നിന് പറ്റുന്നത് ഏതാണോ അത് നോക്കി തന്നെ വാങ്ങി അപ്ലൈ ചെയ്യണം. അപ്പോൾ സീറം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മോർണിംഗ് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഒരിക്കലും നമ്മൾ നൈറ്റ് യൂസ് ചെയ്യാൻ നിൽക്കരുത്. കാരണം മോർണിംഗ് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ തിക്കായിട്ടുള്ളതാണ്. നമ്മൾ ഒരുപാട് മേക്കപ്പുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ പിന്നെ അല്ലാതെ സൺലൈറ്റിൻ്റെ പ്രോബ്ലം അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആയിരിക്കും മോർണിംഗ് യൂസ് ചെയ്യേണ്ടത്. നൈറ്റ് കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നൈറ്റ് ക്രീമുകളോ അല്ലെങ്കിൽ നൈറ്റ് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറുകളോ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ളത് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പ് ഓപ്ഷണലാണ്. അതായത് നിങ്ങൾക്ക് ഡാർക്ക് സർക്കിളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അൺഡ്രൈ ക്രീംസ് അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ മാത്രം നൈറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കിടക്കുന്നത് നല്ലതാണ്. അത് ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ലിപ് ബാം. ലിപ് ബാം എന്തായാലും നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. കാരണം നമ്മുടെ ഫേസിനെ എങ്ങനെയാണോ മോയ്സ്ചറൈസർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ലിപ്പിനെയും മോയ്സ്ചറൈസ് ചെയ്യണം. കാരണം ഇത്രയും അവേഴ്സ് നമ്മുടെ ലിപ്പും ഒന്നും അല്ലാതെ വെറുതെ റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക. അപ്പോൾ നല്ലപോലെ ഒരു ഡീപ്പ് മോയ്സ്ചറൈസിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ലിപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ചില ആൾക്കാർ ഈ മോയ്സ്ചറൈസിങ് ക്രീമുകൾക്ക് പകരം അലോവേര ജെല്ല് യൂസ് ചെയ്യും. അത് നല്ലതാണ്. നമ്മുടെ സ്കിന്നിൽ നമ്മൾ അലോവേര ജെല്ല് നൈറ്റ് കിടക്കുമ്പോൾ അപ്ലൈ ചെയ്ത് കിടക്കുന്നത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്, അതുപോലെ പിഗ്മെൻറ്റേഷൻ, ഇതൊക്കെ റിമൂവ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ ഫേസിനുള്ള ഒരു നൈറ്റ് റുട്ടീൻ ചെയ്തു, പിന്നെ അതുപോലെ ലിപ്പിൻ്റെയും ചെയ്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ബോഡിയും ഇതുപോലെ തന്നെ നല്ലപോലെ മോയ്സ്ചറൈസ്ഡ് ആവണം. അതുകൊണ്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നല്ല ബോഡി ലോഷൻ അല്ലെങ്കിൽ ബോഡി മോയ്സ്ചറൈസിങ് ക്രീമുകൾ അവൈലബിൾ ആണ്. അത് നമ്മുടെ കയ്യിലും കാലിലും ബോഡിയിലും ഒക്കെ നല്ലപോലെ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മുടെ ബോഡി നല്ലപോലെ ഒരു മോയ്സ്ചറൈസ്ഡ് ആയി കിട്ടും. അപ്പോൾ നമ്മൾ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ, അതായത് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും. അതായത് നമ്മുടെ സ്ട്രെസ്സൊക്കെ റിലീഫ് ആവും. മെയിനായിട്ട് നമ്മുടെ സ്ട്രെസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഐബ്രോസിൻ്റെ ഈ ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയ നമ്മുടെ അൺഡ്രൈ ഈ ഒരു സെക്ഷൻ നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് റിലീഫ് ആവുന്ന പറയാം. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് ഡെയിലി നമ്മൾ കിടക്കുന്നതിന് കുറച്ച് മുമ്പ് നമ്മളൊന്ന് നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ജോ ലൈനൊക്കെ ഒന്ന് മസാജ് ചെയ്ത് നമ്മുടെ ഫേസിനെ ഒന്ന് റിലാക്സ്ഡ് ആക്കണം. അപ്പോൾ തന്നെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്ലീപ്പ് കിട്ടും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഉറക്കമാണ്. ഒരു മനുഷ്യൻ 8 hours എങ്കിലും ഉറങ്ങണമെന്നാണ്. നമ്മൾ നന്നായി ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ സ്കിന്നാണെങ്കിലും നമ്മുടെ അല്ലെങ്കിൽ ഹെൽത്ത് ആണെങ്കിലും നന്നായി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു സ്ലീപ്പിംഗ് ഹാബിറ്റ് ശരിയായി തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് നല്ല പോലെ ഒരു സ്ലീപ്പിംഗ് ഹവേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കണം. സോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് അഖില മാർട്ടിൻ സൈനിങ് ഓഫ്.